അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സൂറത്ത് ഹജ്ജിലെ 16-17 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. സൂറത്ത് ഹജ്ജിലെ ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ വ്യത്യസ്തരായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അതിൽ മുനാഫിഖീങ്ങളെ, ദീനിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരെ, അതുപോലെ തന്നെ വിശ്വാസികളെ തുടങ്ങി വ്യത്യസ്തമായ വിഭാഗം ആളുകളെയൊക്കെ പരാമർശിച്ചു. എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങൾ തീർച്ചയായും ഉണ്ട്. ആ ന്യായങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ അതിൻ്റെയൊക്കെ ആളുകൾ കൃത്യമായി അവരുടെ പ്രബോധനം നടത്തും, അവിടെ വിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ പ്രചരിപ്പിക്കും. അപ്പം എങ്ങനെയാണ് സത്യം അതിൽ നിന്ന് ബോധ്യപ്പെടുക? സത്യം ബോധ്യപ്പെടാനുള്ള മാർഗം എന്താണ്? അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലൂടെ. വകദാലിക അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്ത്. വകദാലിക പ്രകാരം തന്നെ
അൻസൽനാഹു നാം ഇറക്കിയിട്ടുണ്ട്, ആയാത്തിൻ ബയ്യനാത്തിൻ വ്യക്തമായ ആയത്തുകൾ അദ്ദേഹത്തിന് നാം ഇറക്കിയിട്ടുണ്ട്. വ അന്നല്ലാഹ യഹ്ദീ മൻ യുരീദ് നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ വ്യക്തമാക്കിയ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുണ്ട്. ആയാത്തും ബയ്യിനാത്ത് എന്നാണ് സംബന്ധിച്ച് പറഞ്ഞത്. വ്യക്തമായ ആയത്തുകൾ, ആർക്കും മനസ്സിലാക്കാവുന്ന, ചിന്തിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ഇടങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദുനിയാവിലും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടും മനസ്സിലാക്കിയും കൃത്യമായി പഠിച്ചുമാണ് ഒരാൾ കാര്യങ്ങളെ ബോധ്യപ്പെടേണ്ടത്. എന്നാൽ ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ വെച്ച് കൊടുത്താലും ശരി ഇതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാലും അത് ബോധ്യപ്പെട്ടാലും ഒരുപക്ഷെ ഹിദായത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല, ഇതിനിലേക്ക് വന്നു കൊള്ളണമെന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന ചില ചരിത്രങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലായിരുന്നു, അതാണ് സത്യമെന്ന് മനസ്സിലായിരുന്നു. ഖുറൈശികളിലെ പ്രമുഖരൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ സത്യം മനസ്സിലാക്കി ഈ പ്രവാചകൻ പറയുന്നത് കവിതയല്ല, അത് സത്യം തന്നെയാണ്, എന്നിട്ട് പോലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരുടെ സ്ഥാനവും മാനവും ആ സമൂഹത്തിലെ വിലയുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അതിനൊക്കെ അവഗണിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മനസ്സിലാക്കി അതാണ് സത്യമെന്ന് മനസ്സിലാക്കിയിട്ടും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് കടന്നു വരാത്തവർ, അതിനെ സ്വീകരിക്കാത്തവർ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ്റെ കൃത്യമായ വ്യക്തമായ അധ്യാപനങ്ങൾ മുമ്പിൽ കിട്ടിയിട്ടും ഞാനീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറി തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയാതെ ആ നിലയ്ക്ക് ഹിദായത്ത് കിട്ടാതെ നിൽക്കുന്നവർ ധാരാളമുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി, വ അന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ഹിദായത്ത് കൊടുക്കുക എന്നാണ്. അതങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു ആർക്കാണോ ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഹിദായത്ത് കിട്ടുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവർ, പ്രവാചകനെ കണ്ടവർ, അത്ഭുതങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയവർ, പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു ഇജാസ് അവർക്കതിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ, എന്നിട്ട് പോലും അവർക്ക് ഹിദായത്ത് ലഭിച്ചില്ല. ഇന്ന് പ്രവാചകനെ കാണാത്തവർ, എത്രയോ കാലങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം എത്രയോ കാലങ്ങൾ പിന്നിട്ടിട്ടും അതൊന്നും കാണാതെയും ആ അത്ഭുതങ്ങളെ ഒന്നും നേരിട്ട് ദർശിക്കാതെയും ആ പ്രവാചകനെ ഒന്നും നേരിട്ട് കാണാതെയും ഒക്കെ ഈ പരിശുദ്ധ ഖുർആൻ്റെ വക്താക്കളായവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നവർ, ആ പ്രവാചകൻ പറഞ്ഞതിന് വില കൽപ്പിക്കുന്നവർ ഉണ്ട്. എന്നാൽ നേരിട്ട് കണ്ടവർക്ക് പലർക്കും അത് സാധിച്ചിട്ടില്ല. സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായവർക്ക് സാധിച്ചിട്ടില്ല, സമ്പത്തുണ്ടായവർക്ക് സാധിച്ചിട്ടില്ല, വ്യത്യസ്തമായ മഹിമകളുണ്ടായവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സാധിച്ചവർ വേറെ ഒരുപാട് ആളുകളാണ്. അതിന് ശേഷക്കാരായി വന്നവർ പലരും അതിനെ പുൽകിയിട്ടുണ്ട്. വ്യത്യസ്തമായ കാലങ്ങളിൽ ആ നിലക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹു കൊടുക്കുന്ന ഹിദായത്താണ്. അന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് ആണ് അവനത് കൊടുക്കുക. അതല്ലാതെ എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. സത്യം മനസ്സിലാക്കിയവർ വേറെയും ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആ ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിദായത്താണ്, നേർമാർഗമാണ്. അതിൽ തുടരാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുക, നമ്മൾ പ്രവർത്തിക്കുക. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ഈ ആളുകളൊക്കെ വാദിക്കുന്നു ഞങ്ങളാണ് ശരിയായവർ, ഞങ്ങളാണ് ഹക്കിൻ്റെ ആളുകൾ എന്നൊക്കെ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഈ ഭൂമിയിൽ ഒരുപക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ വേർതിരിക്കുന്നതാണ്. ആരാണ് സത്യത്തിൻ്റെ ആളുകൾ,
ആരാണ് തെറ്റിൻ്റെ മാർഗം സ്വീകരിച്ചവർ, വഴിതെറ്റിയവർ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരെ വേർതിരിക്കുമെന്നാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ വൽ മജൂസ വല്ലദീന അശ്റകൂ. ഈ പറഞ്ഞ കൂട്ടരൊക്കെ ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവർ, വല്ലദീന ഹാദു യഹൂദികൾ, വസ്സാബിഈന സ്വാബിഈങ്ങൾ. സ്വാബിഈൻ എന്ന് പറയുന്നത് യഹൂദികൾക്കും നസാറകൾക്കൊക്കെ മുമ്പുണ്ടായിരുന്നൊരു സമൂഹമാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. വൻ നസാറ നസ്രാണികൾ, വൽ മജൂസ മജൂസികൾ, വല്ലദീന അശ്റകൂ ശിർക്ക് ചെയ്ത ആളുകൾ. ഈ പറഞ്ഞ ആളുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, തീർച്ചയായും ഈ ആളുകളെയൊക്കെ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും, അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്നതാണ്. ഫസല വേർതിരിക്കുക, അവരെയൊക്കെ നാളെ വേർതിരിക്കും അല്ലാഹു. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവർക്കിടയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് ആ കൂട്ടർ, ഇതാണ് തെറ്റിപ്പോയ മറ്റേ കൂട്ടർ എന്ന് കൃത്യമായി അവരെ വേർതിരിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തെക്കുറിച്ചും സാക്ഷിയായിട്ടുള്ളവനാകുന്നു എന്നാണ്. അപ്പോൾ ഈ ആളുകൾ ചെയ്തതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ്. ഈ ലോകത്തെ ആളുകൾ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ്. നാളെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സാക്ഷിയായിട്ടുള്ള ഈ കാര്യങ്ങളെ മുഴുവൻ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒന്നും മായ്ക്കപ്പെടുകയില്ല, അല്ലാഹുവിൻ്റെ അടുക്കൽ ഒന്നും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആളുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ മാറ്റി നിർത്തുമെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് അവർ ചെയ്തത് അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതുകൊണ്ട് ഒരു നിലക്കും ആ വിശ്വാസത്തിൽ നിന്ന് മാറേണ്ടതില്ല, ഹിദായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക, ഒരിക്കലും അത് നഷ്ടമാവുകയില്ല. ഈ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും ആ നഷ്ടങ്ങളൊക്കെ നികത്തപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി അവൻ നൽകുമെന്ന് പറഞ്ഞ സ്വർഗം നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടീമുകളൊക്കെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാറ്റി നിർത്തപ്പെടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ നരകത്തിൻ്റെ ശിക്ഷ അനുഭവിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ പെടാവതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള ആയത്തുകൾ അത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്, അതിലേക്കാണ് വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുന്ന ആളുകൾക്ക് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൻ്റെ അനുയായികളായി മുന്നോട്ട് പോകുവാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ആ ദീനിലായി കൊണ്ട് മരിക്കുവാനും നാളെ സ്വർഗം കിട്ടുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്ത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.